ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഗായ്സ്, എക്സാം കഴിഞ്ഞാൽ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഇനി വെക്കേഷൻ തുടങ്ങാൻ 2 മാസം ഈ വെറുതെ ഇരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് റെക്കോർഡ് ചെയ്താനുണ്ട് കുറേ. അത് ഇടയ്ക്ക് ഇരുന്ന് എഴുതിയാൽ മതി. 2 മാസം ഉണ്ടല്ലോ, നമുക്ക് പതുക്കെ എഴുതി തീർക്കാം. കുഞ്ഞാറ്റ ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇനി എക്സാം ഉണ്ട്. തിങ്കളാഴ്ചയാണോ എക്സാം? തിങ്കളാഴ്ച കൂടെ എക്സാം ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാലാണ് കുഞ്ഞാറ്റയുടെ എക്സാം കഴിയുള്ളൂ. പക്ഷെ എൻ്റെ എക്സാം കഴിഞ്ഞു, സന്തോഷമായിട്ട് വയ്യ. അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം ഒക്കെ വളരെ നല്ല എക്സാം ആയിരുന്നു. പ്രത്യേകിച്ച് മാത്സും ഫിസിക്സും ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമുള്ളൊരു എക്സാം ആയിരുന്നു. അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പോൾ എക്സാം കഴിഞ്ഞ് നമ്മൾ വെക്കേഷനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ വെക്കേഷനായി നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇനിയിപ്പം പല്ല് തേക്കണം. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നു എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട് രാവിലെ തന്നെ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേഗം വരാമെന്ന്. കാരണം മുടിയൊക്കെ ആകെ ഒരു മാതിരി കിടക്കുകയാണ്, ഒട്ടി കിടക്കുകയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലേ ഓയിലായിട്ട് കിടക്കണത്. അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിക്കാം. അപ്പോൾ ആദ്യം പോയി പല്ല് തേക്കട്ടെ. പല്ല് തേച്ച് ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ, നീ കുളിച്ച് വരിക. ഓക്കെ, കുളിച്ച് വരാം. എന്നിട്ട് നീ അമ്മച്ചി ഫോണിലാണ്, രാവിലെ തന്നെ ഫോണിലാണ്. ഫോൺ കിട്ടിയ പിന്നെ നമ്മളിന്ന് വേണ്ട. അച്ഛൻ എക്സാമിന് പോവാണ് ഗൈസ്. അച്ഛന് ഇന്ന് എക്സാം ഉണ്ട്. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. +2 ഇംഗ്ലീഷ് എക്സാം ഉണ്ട് ഇന്ന്. അത് എഴുതിയിട്ട് അത് എഴുതാൻ പോവാണ് അച്ഛൻ. +2 ഇംഗ്ലീഷ് എക്സാം ഗൈസ്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ച് തലയും കുളിച്ചു. തല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കണേന്ന്. അപ്പോൾ ഞാൻ തലയും കുളിച്ചു. അപ്പം അമ്മ ഇന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിന് വേണ്ടി ഇനി ഡ്രസ്സ് മാറണം. ഇത് അമ്മച്ചി കിടന്ന് നടക്കണമൊക്കെ ഡ്രസ്സ് മാറാണ്ട് പോയി ഡ്രസ്സ് മാറാം അമ്മച്ചി. പിന്നെ കുക്കുവിന് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ബിയാനി നേഷനൊക്കെ കൂടെ. കുക്കുനെ കാണിച്ചാൽ കേട്ടാ ഞാൻ. ഗൈസ് കണ്ടോ കുക്കുനെ കാണിക്കട്ടെ. കണ്ണാട വെച്ചിട്ട് ഗൈസ് ഒരു ഡോക്ടറെ അടുത്ത് പോവാണ് കേട്ടോ. കണ്ടോ ഗൈസ്, ജാടയാണ് അവന്. ജാട കണ്ണട വെച്ച് കഴിഞ്ഞ കുക്കുരി കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജാടയാണ് ഗൈസ്. ചിരിക്കേ ഹായ് മമ്മി. അപ്പോൾ ഞാനും കുഞ്ഞാറ്റിയും കുഞ്ഞാമ്മയും മമ്മിയും അമ്മച്ചിക്ക് കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ കഴുത്തിലൊരു കുഞ്ഞി ഞാല് പോലത്തെ ഒരു മാലയുണ്ട്. അപ്പം അതിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഒരു മാലയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അമ്മച്ചിയുടെ കയ്യിലൊരു മോതിരം ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ഒരു മോതിരം കൂടെ വാങ്ങിക്കാനും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ദൈവറ്റങ്ങൾ ഇവിടെ ഇരിക്കാണ് പോയിരിക്കുന്നത്. കുഞ്ഞാമ്മയും ഇവളെയും ഒന്നും കൊണ്ടുപോയില്ല, ഞാനും പോയില്ല. അവർ എടുത്തിട്ട് വരും. അവിടെ ഒരു കടയുണ്ട്, അപ്പോൾ അവിടേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് കാര്യം നമ്മളിങ്ങനെ ഇരിക്കണം ഗൈസ്. ഇതിനകത്താണെങ്കിൽ ഭയങ്കര ചൂടതിൻ്റെ ഉള്ളിൽ. ഇത് കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് എന്തോ സ്വർണ്ണം എടുക്കാനോ അങ്ങനെ എന്തിനുമാണ് പോണത്. അപ്പോൾ ഗൈസ് നമ്മൾ അതിനിടയ്ക്ക് പോയിട്ട് കട്ട്ലൈറ്റ് വാങ്ങിച്ചു. അമ്മച്ചി പൈസ തന്നു കട്ട്ലൈറ്റ് വാങ്ങിക്കാൻ. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് സ്വർണ്ണം എടുക്കാനാണ്. അമ്മച്ചിക്ക് മാല മാറ്റാൻ. മാമി എവിടെയാ? ആമി കരച്ചിലായിരുന്നു രാവിലെ. പക്ഷെ ഇപ്പൊ ശരി. ഇതാണ് ഇസാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അത് കുത്താം, നമുക്ക് കാത് കുത്താം. സ്വാമിക്ക് കാത് കുത്തണം കൈസ്. കൊറേ നാളായി കുത്താന്ന് നടക്കണം. നോക്കട്ടെ. ഹായ് പറ. ലഡ്ഡു കിട്ടി ഗൈസ്. മമ്മി ഈ ഷോപ്പിൻ്റെ ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ ലഡ്ഡു തന്നു ഗൈസ്. ചേട്ടനാണ്
ഹായ് പറയൂ. ഡെയിലി ഒരു മോഡൽ പിടിച്ച് പോവാം. ഇവിടെ നമ്മൾ പറയാ ഡെയിലി ഒരു മോഡലേ. ഓക്കെ പോ. ഗൈസ് അങ്ങനെ അമ്മച്ചിക്ക് സ്വർണം എടുത്തു, മാറ്റിയെടുത്തു. നമ്മൾ എന്തൊരു എടുത്തേ മോതിര? ഒരു മോതിരം ഒരു ചെയിൻ എടുത്തു. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ അല്ല വീട്ടിലല്ല, എനിക്ക് വിശക്കുണ്ട്. മര്യാദക്ക് ഞാൻ വാങ്ങി തന്നു. ബിരിയാണി. ഹലോ ഗേൾസ്, അപ്പൊ ഗോൾഡ് എടുക്കാൻ വന്നപ്പോ കണ്ടതാണ്. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എന്റെ പേര് ചിന്നു ആദു ലവ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവളുടെ വീഡിയോസ് കാണാറില്ല കേട്ടോ. ബട്ട് ഇവളെ കണ്ടപ്പോഴേ എനിക്ക് എവിടെയോ അറിയണ ഒരു കുട്ടിയുടെ പോലെ അല്ല. ഞാൻ പറയാം, നമ്മളെവിടെയോ വീണ്ടും എടുത്താണെങ്കിൽ നമ്മള് ഭയങ്കര ചങ്സ് ഒക്കെ ആയിരുന്നു. എന്തായാലും തന്നെ ഇവിടെ ശരിക്കും വീഡിയോനെക്കാട്ടും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലാമറാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നൊക്കെ. എന്തായാലും ബൈ. ശരി കേട്ടോ. ബൈ 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 ബൈ. പാർക്കിംഗ് കിട്ടില്ല, കാർ എടുത്തോണ്ട് കഴിഞ്ഞാ. അപ്പോ കുഞ്ഞാറ്റിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. കുഞ്ഞാറ്റിക്ക് ഒരു വൈറ്റ് ഡ്രസ്സ് എടുക്കാനാണ് പറഞ്ഞേക്കണത്. വൈറ്റ് ഡ്രസ്സ്. അപ്പൊ നമുക്ക് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. നോടെ കുഞ്ഞാറ്റ, ഇതൊക്കെ എടുത്ത പോലത്തെയാണല്ലോ. പിന്നെ സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വേഗം പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അക്ഷയയിലെത്തി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത്. അങ്ങനെ പിന്നെ തൃശ്ശൂരൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അക്ഷയയിലത്തെ ബിരിയാണി ഭയങ്കര രസമാണ്. ബിരിയാണി പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഇവിടെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചിക്കൻ ലോലിപോപ്പാണ് ഓർഡർ ചെയ്യാറ്. അത് മതി ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിന്. അപ്പം ഇവിടെ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ സമയം കുറച്ചധികം എടുക്കുമായിരുന്നു. എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര സമയം ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ബിരിയാണി ഇഷ്ടമല്ല, അത് കുഞ്ഞാറ്റ വരെ ബിരിയാണി കഴിച്ചു. അത്രയും വിശപ്പുണ്ടായിരുന്നു അവൾക്ക്. അവള് ബിരിയാണി ശരിക്കും പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ കൊണ്ടുവന്നപ്പോൾ നല്ല തട്ടിയുണ്ട്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഗൈസ് വയറ് നിറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മളിനി കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ നിന്ന് കാറെടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോട്ടാ. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മളിനി കാറ് പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ്. കാർ എടുക്കാൻ കാരണം ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. തൃശ്ശൂർ റൗണ്ടിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വന്നത്. പിന്നെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കാറിൽ തിരിച്ച് വീട്ടിലെത്തി ഗായ്സ്. അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുക്കു നിൽക്കുന്നു. ഹായ് കുക്കി. കുക്കു ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പം ഡ്രസ്സ് മാറണം. ഒരു ഷോർട്ട് വീഡിയോൻ്റെ കുറച്ച് എടുക്കാനുണ്ട്. അതെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ പരിപാടിയുണ്ട്. ഞാൻ വീണ്ടും ക്രോഷ്യ ചെയ്ത് തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം അത് ഞാൻ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കാൻ പോവാണ്. അത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്രോഷ്യ ചെയ്യാനിരിക്കാം. അങ്ങനെ ഡ്രസ്സ് മാറാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന് കിടന്നു. കുറച്ച് നേരം കിടന്നിട്ട് ഡ്രസ്സ് മാറാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇതാണ് അമ്മച്ചിക്ക് എടുത്ത ചെയിൻ. അമ്മച്ചിയുടെ താലിയും പിന്നെ കുരിശിൻ്റെ ഒരു ലോക്കറ്റും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടതാണ് കേട്ടോ ഈ മലയിലേക്ക്. അപ്പം നോക്കൂ അമ്മച്ചി. ഇടും അമ്മച്ചി. എൻ്റെ പെൻഷൻ ഇസാഫിൻ്റെ അയൽക്കൂട്ടം പെൻഷൻ കിട്ടി. 2004 ഞങ്ങൾ ചേർന്നതാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കുഞ്ഞ് ചെയ്യും കിടക്കണ്ടായിരുന്നു. അത് കൊണ്ടുപോയി മാറ്റിയതാണ് കേട്ടോ. കണ്ടോ? ഹായ് രസല്ലേ? നല്ല ചെറുതല്ലേ നല്ലത്. ആയിട്ടോ അമ്മച്ചി. അപ്പം എൻ്റെ പെൻഷൻ്റെ കാര്യത്തിന് എഴുതി കൊടുക്കാനായിട്ട് സംഘത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തന്നെ പോകാൻ പറ്റില്ല. തൃശ്ശൂരാണ്. അപ്പോൾ എൻ്റെ മോളെ തന്നെ എൻ്റെ കൂടെ വന്നായിരുന്നു. അപ്പോൾ അന്നൊന്നും ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഒരു മോളാണിത്. 2 പെൻഷനും സാധാരണ എന്നിട്ട് പെൻഷനടി വിധവ പെൻഷനും പിന്നെ ഈ പെൻഷനൊക്കെ എഴുതി കൊടുക്കാൻ ഇവളാണ് എൻ്റെ കൂടെ വന്നിരുന്നത്. എല്ലാ കാര്യത്തിലും ഇവളാണ് എൻ്റെ കൂടെ വരാം. അപ്പം ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കാശ് കിട്ടുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു മോതിരം ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെയ്യെടുത്തതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ
ഒരു കുഞ്ഞു മോതിരം എടുത്തു കൊടുത്തു. ഇത് പണയം വെക്കാനുള്ളത് ഇനി രണ്ടാഴ്ച കഴിഞ്ഞാ ക്ലിയർ ആവണില്ല. മാലയും ഇതും. അപ്പൊ ഇനി ഞാൻ പോയിട്ട് റെഡിയാവും. ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ വയ്യണ്ടാവും. അങ്ങനെ ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറി വീഡിയോ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. മുഴുവൻ ഞാൻ കെട്ടി വെച്ചു. കുറേ നല്ല അയച്ചിട്ട് നടക്കണു. കെട്ടി വെച്ചു ഞാൻ. ഇനി എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും ഇപ്പം ഈ ഒരു മാർച്ച് മാസം തൊട്ട് നമ്മൾ എന്നും താഴെയാണ് കിടക്കുന്നത് അമ്മച്ചിയുടെ കൂടെ. കാരണം മുകളിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഇന്നും മുകളിൽ കിടക്കാണ്. അപ്പോൾ ഒരു ഹാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് ഐസാക്കിയിട്ട് അത് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി നിലത്ത് വെക്കുക. അവിടെ കൊണ്ടുപോയി നിലത്ത് വെക്കുന്ന ഫാൻ ഇടുക. അപ്പോൾ ഭയങ്കര അവർ പറയുന്നത് മണാലി ഒക്കെ എത്തുന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോക്കകത്ത് ഞാൻ ചിരട്ട പറക്കി അത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ടൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല കേട്ടോ. അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. പാത്രം ഒന്നും കിട്ടാല്ല. തൽക്കാലം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താവുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഫ്രിഡ്ജ് കയറ്റി വെച്ച് നോക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെയാണോ ചെയ്യാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിനെ പറ്റി ചട്ടിയൊന്നും കിട്ടിയിട്ട് കളിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എപ്പോഴാവാന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത് കുറേ ഉണ്ട്. ഇത് പെട്ടെന്ന് ഐസാവുമെന്നൊന്നും എനിക്കറിയില്ല. നോക്കാം. എൻ്റെ മദർ എനിക്ക് വാരി തന്നിട്ട് കുറേ നാളെ അമ്മ വാരിയൊന്നും തരാറില്ല. അപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ കുറഞ്ഞു കഴിച്ചു. സ്നേഹം കുറഞ്ഞു. അമ്മ ഞാൻ വെറുതെ ഇരിക്കുകയാണ് കഴിച്ചത്. അപ്പം എനിക്ക് പണികളൊന്നുമില്ല. അപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ വൈൻഡപ്പ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളിനി പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇതിലുള്ള വീഡിയോ ടാറ്റാ.